കാൽവരിയിലെ കുരിശിന്റെ വഴിയിൽ പരിശുദ്ധ അമ്മ ഹൃദ്യസ്ഥമാക്കിയതാണ്. വിശുദ്ധ യോഹന്നാനും വിശുദ്ധ സ്ത്രീകളും ആ മഹായാഗത്തിന് ദൃക്സാക്ഷികളായത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും പ്രചോദനവും ഉൾക്കൊണ്ടതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലെ കുരിശിന്റെ വഴികളിൽ നമുക്ക് ഭയവും സങ്കോചവും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഗോൽഗോൽത്തായുടെ കൊടുമുടിയിൽ ഈശോയുടെ യഥാർത്ഥ അനുയായികളായി എത്താൻ നമ്മളെ സഹായിക്കട്ടെ. എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കണമേ എന്ന് മക്കൾ ചോദിച്ചാൽ വീഴാതെ എത്തിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. അഭിമാനമായി വാഴും മരിയാമ്പികേ, നീരിൻ തിരിനാളമായി വരണേ അകതാരിൽ നീ. അപമാനഭാരം പേറുന്ന എൻ അതിലോലഹൃത്തിൽ നീ ചേരണേ. ആശ്വാസമായി അമലേ വരൂ, ആരിൻ അഭിമാനമായി വാഴും മരിയാമ്പികേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരു എളുപ്പ വഴിയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധി പ്രാപിക്കാൻ ദൈവം ദാനമായി തന്ന പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കാൻ മരിയ ഭക്തി അത്യുത്തമമാണ്. സ്വർഗലോകരാജ്ഞിയായ സ്വർഗാരോഹിതയായ മാതാവ് നമ്മളും സ്വർഗലോകം പ്രാപിക്കാൻ ലോകാവസാനം വരെ നിൽക്കും. സൂര്യചന്ദ്ര താരങ്ങളില്ലാത്ത, ഭൂമിയില്ല, യൂണിവേഴ്സ് തന്നെ ഇല്ലാത്ത ഒരു നേരം, നിത്യതയിൽ നിന്ന് വേണം മറിയത്തെക്കുറിച്ചുള്ള ധ്യാനം ആരംഭിക്കാൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ മുമ്പേ ഉള്ള മറിയത്തെക്കുറിച്ച് ദൈവയുടെ സൂചന തരുന്നു. മിശിഹായെക്കുറിച്ച് മാത്രമല്ല, മിശിഹായോട് ചേർന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ ആരാണ്? മറിയം. ചരിത്രത്തെ റിപ്പയർ ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി റീക്രിയേറ്റ് ചെയ്യുകയാണ്. സൃഷ്ടിയെ വീണ്ടും പുനഃസൃഷ്ടിയിലേക്ക് നയിക്കുകയാണ് മറിയത്തിലൂടെ ദൈവം തമ്പുരാൻ. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഇരുട്ടിലായിരിക്കുന്നവർക്ക് നിലാവെളിച്ചം പകർന്നു കൊടുക്കുന്നവളാണ് മറിയം. അതുപോലെയാകണം നമ്മൾ എപ്പോഴും മിശിഹായോട് ചേർന്നിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ, മിശിഹായോട് ചേർന്ന് മാത്രം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ നമുക്കും കഴിയട്ടെ. എനിക്കൊരമ്മയുണ്ട്, സാഗരത്തെ ശാസിച്ചോന് ആരീരം പാടിയൊരമ്മയുണ്ട്. കരുതാ എനിക്കൊരമ്മയുണ്ട്, ഈ വിശ്വം കാക്കുന്നോനെ. ലൂർദിലും ഫാത്തിമയിലും എർജുഗോറിയയിലും വേളാങ്കണ്ണിയിലും കൃപാസനത്തിലും വന്ന് നമ്മെ സന്ദർശിക്കുന്ന പരിശുദ്ധ അമ്മ വഴിയായി ദൈവത്തെ കണ്ടെത്തിയവർ അനേകമാണ്. ഈ സ്വർഗാരോഹണ തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് ചേർന്ന ദൈവിക സ്വഭാവങ്ങളായ എളിമ, ലാളിത്യം, അനുസരണം, ക്ഷമ, ദയ, കരുണ എന്നിവ പ്രാപിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി ദൈവത്തോട് അപേക്ഷിക്കാം.